നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ വത്തിക്കാനിലേക്ക് സ്വാഗതം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 60-ലധികം വർഷം നീണ്ടുനിന്ന നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനായിരുന്നു ഈ ഉന്നതതല കൂടിക്കാഴ്ച. ഏകദേശം 30 മിനിറ്റോളം നീണ്ടുനിന്ന സ്വകാര്യ കൂടിക്കാഴ്ചയിൽ കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ചും പ്രാദേശിക സുരക്ഷയെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ദക്ഷിണ കൊറിയയുടെ ആധുനികവൽക്കരണത്തിലും ജനാധിപത്യ പ്രക്രിയകളിലും കത്തോലിക്ക സഭ നൽകിയ വലിയ സംഭാവനകൾക്ക് പ്രസിഡന്റ് ലീ നന്ദി അറിയിച്ചു. വളരെ സൗഹാർദ്ദപരവും ഊഷ്മളവുമായ അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നതെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഈ വർഷത്തെ 6ാമത് ലോക മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയോജനങ്ങളുടെയും ദിനാചരണത്തിനായുള്ള ഔദ്യോഗിക പ്രമേയം പ്രഖ്യാപിച്ച് ലിയോ 14 മാർപ്പാപ്പ. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന തിരുവചനമാണ് ഇത്തവണത്തെ കേന്ദ്ര പ്രമേയമായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വത്തിക്കാന്റെ ഡിക്കാസ്ട്രി ഫോർ ദ ലെയ്റ്റി, ദ ഫാമിലി ആൻഡ് ലൈഫ് പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം വാർദ്ധക്യത്തിന്റെ ബലഹീനതകളിൽ പോലും ഓരോ വ്യക്തിയോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ പ്രമേയം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ജൂലൈ 26 ഞായറാഴ്ചയാണ് ആഗോള കത്തോലിക്ക സഭ ഈ ദിനം ആഘോഷിക്കുന്നത്. ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി റോമിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത വാർഷിക പ്രോലൈഫ് മാർച്ച് നടന്നു. ജീവിത മനോഹരമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണത്തെ റാലി സംഘടിപ്പിച്ചത്. ഗർഭചിത്രത്തിനെതിരായ ശക്തമായ നിലപാടും ഗർഭസ്ഥ ശിശുക്കൾ മുതൽ മരണാസന്നരായവർ വരെ എല്ലാവരുടെയും ജീവനുള്ള അവകാശം മാനിക്കപ്പെടണമെന്ന സന്ദേശമാണ് ഈ റാലി ലോകത്തിന് നൽകിയത്. റോമിലെ തെരുവുകളിലൂടെ നീങ്ങിയ റാലിയിൽ വിവിധ പ്രായത്തിലുള്ളവരും കുടുംബങ്ങളും സന്നദ്ധ സംഘടനകളും അണിനിരന്നു. സിറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നുമുള്ള എൻട്രികളാണ് മത്സരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ബൈബിളിലെ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാം തിരുവചനം അടിസ്ഥാനമാക്കിയാണ് ഹ്രസ്വചിത്രങ്ങൾ ഒരുക്കേണ്ടത്. 1-ാം സമ്മാനം 25,000 രൂപയും 2-ാം സമ്മാനം 20,000 രൂപയും 3-ാം സമ്മാനം 15,000 രൂപയുമാണ്. ചിത്രങ്ങളുടെ ദൈർഘ്യം 10 മുതൽ 12 മിനിറ്റ് വരെ ആയിരിക്കണം. മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷകൾ ഉപയോഗിക്കാം. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി ജൂൺ 30-ഉം എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 20-ഉമാണ്. 1-ാം ഘട്ട വിധി നിർണയത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ചിത്രങ്ങൾ 2026 സെപ്റ്റംബർ 30-ന് സിറോ മലബാർ മീഡിയ കമ്മീഷന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യും. ഒക്ടോബർ 10 ഉച്ചയ്ക്ക് 12 മണി വരെ ലഭിക്കുന്ന വ്യൂസും കമന്റുകളും അടിസ്ഥാനമാക്കി 10% മാർക്ക് ഫൈനൽ വിധി നിർണയത്തിൽ പരിഗണിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് 9446101152 എന്ന നമ്പറിലേക്കോ 8547933912 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. FCRA നിയമത്തിൽ വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഭേദഗതികളിൽ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജനപ്രതിനിധികൾ. ഈ നിർദ്ദിഷ്ട നിയമ ഭേദഗതികൾ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, മതപരമായ കൂട്ടായ്മകൾ എന്നിവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് US കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. US കോൺഗ്രസിലെ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ സംയുക്തമായാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. വിദേശ സഹായങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിയമാനുസൃത സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കുമേൽ പുതിയ ഭേദഗതികൾ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ കാരണമായേക്കുമെന്നും അവർ ആശങ്ക രേഖപ്പെടുത്തി. ഇതോടെ ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി.